അപ്പോൾ മാലയിൽ കൊരുത്ത മുത്തുപോലെയുള്ള പ്രതികൾ, അല്ല മുത്തുപോലെയുള്ള പ്രതികളാണ് എന്തായാലും, മാലയിൽ കൊരുത്ത മുത്തുപോലെയാണ് ഈ പ്രതികളുടെ എല്ലാം കുറ്റകൃത്യങ്ങൾ കാണേണ്ടതെന്ന് പറഞ്ഞ പ്രോസിക്യൂഷനും ഒരു കൈയടി കൊടുക്കണം കേട്ടോ. പ്രോസിക്യൂഷൻ എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വിധിന്യായം വായിച്ചു കഴിഞ്ഞാലേ പ്രോസിക്യൂഷൻ എവിടെയൊക്കെയാണ് പാളിയതെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. തുല്യ പ്രാധാന്യത്തോടെ ഈ 6 പ്രതികളെയും കാണണമെന്ന് പറഞ്ഞിടത്ത് പ്രോസിക്യൂഷൻ തെറ്റിയിട്ടുണ്ട്. കാരണം പൾസർ സുനി എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. പൾസർ സുനി നേരിട്ട് ഈ കുറ്റകൃത്യം ചെയ്തയാളാണ്. അത്രയും ക്രൂരമായി ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ വേദനിപ്പിച്ച, അവൾക്ക് മാനസികാഘാതം ഉണ്ടാക്കിയാൽ പൾസർ സുനിയാണ്. ബാക്കി 5 പേരും ആ കുറ്റകൃത്യത്തിന് സഹായിച്ചവരാണ്. പക്ഷേ മാലയിൽ കൊരുത്ത മുത്തുപോലെ അവരെ അങ്ങ് കാണണമെന്ന് പറഞ്ഞ് പൾസർ സുനിക്ക് മാത്രമായി ഈ ജീവപര്യന്തം കിട്ടുന്ന ഒരു സാധ്യത കൂടി അടച്ചത് ഇന്ന് പ്രോസിക്യൂഷനാണ് എന്നുള്ളതാണ് എൻ്റെ പരിമിതമായ നിയമജ്ഞാനം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ 40 വയസ്സിന് താഴെയുള്ളവർക്ക് അപ്പോൾ എന്തും ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം കൂടി പൊതുസമൂഹം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പ്രായത്തിൻ്റെ ഇളവ് കിട്ടുമെന്നുണ്ടെങ്കിൽ 40 വയസ്സിന് താഴെയുള്ളവർക്ക് ഏത് ക്രൂരകൃത്യവും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രായത്തിൻ്റെ ഇളവ്, കുടുംബ പശ്ചാത്തലം, മറ്റ് അതിക്രമങ്ങൾ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ക്രൈം ചെയ്യുന്ന ആൾക്ക്, അയാൾക്ക് 40 വയസ്സിൽ താഴെയാണ് പ്രായമെന്നുണ്ടെങ്കിൽ അയാളെ കാത്തിരിക്കുന്നത് ഇത്രയും ചെറിയ ശിക്ഷയാണ് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ വിധി കൊടുക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആർക്കു വേണ്ടിയാണ് ഈ ക്രൈം ചെയ്തത്? ഒരു ഗൂഢാലോചനയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ ക്രൈം ചെയ്തത്? നോക്കൂ, ഇവിടെ 8ാം പ്രതിയായിരുന്ന ഇപ്പോൾ കുറ്റമുക്തനാക്കിയ ദിലീപും ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് എന്താണെന്ന് തെളിയണം. ഇന്ന് ചലച്ചിത്ര അക്കാദമിയുടെ മുൻ അധ്യക്ഷനായ പ്രേംകുമാർ പറഞ്ഞു, എല്ലാവരും ഈ ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിജീവിത പറയുന്നുണ്ട്, പൊതുസമൂഹം പറയുന്നുണ്ട്, ഗൂഢാലോചന നടന്നുവെന്ന് ഇപ്പോൾ കുറ്റമുക്തനാക്കിയ ദിലീപും പറയുന്നുണ്ട്. അപ്പോൾ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയുമ്പോൾ അത് അന്വേഷിക്കപ്പെടേണ്ടേ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായ കണ്ടെത്തലുകളിലേക്ക് പോകേണ്ടേ? അതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ 1700 പേജുള്ള വിധിന്യായത്തിൽ ഏത് പേജിലായാലും അതൊന്ന് വായിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്.